ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലേശനാശകനും പരിപൂർണതമനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് മധുരയുടെ അധിപതി. ഭഗവാൻ വരാഹമൂർത്തിയുടെ ഒരു വിഗ്രഹം കപില മഹർഷിക്ക് കൊടുത്തു. അദ്ദേഹം അത് ദേവേന്ദ്രന് സമർപ്പിച്ചു. രാവണൻ ഇന്ദ്രനെ ജയിച്ചപ്പോൾ ആ വിഗ്രഹം പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോയി ലങ്കയിൽ വെച്ച് പൂജിച്ചു. ഭഗവാൻ ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷം ആ വിഗ്രഹം അയോധ്യയിൽ കൊണ്ടുപോയി പൂജിച്ചു. അങ്ങനെ ശത്രുഘ്നൻ ആ വിഗ്രഹം ശ്രീരാമനോട് ചോദിച്ചു വാങ്ങിച്ച് മധുരാപുരിയിൽ കൊണ്ടുചെന്നു സ്ഥാപിച്ചു. എല്ലാവരാലും സേവിക്കപ്പെടുന്ന ആ കപിലവരാഹമാണ് മധുരയിലെ മന്ത്രി പ്രവരൻ. മധുരയുടെ ദ്വാരപാലകൻ സാക്ഷാൽ ശിവഭഗവാനാണ്. രക്ഷകയായിട്ടുള്ളതാകട്ടെ സാക്ഷാൽ ചണ്ഡികാദേവിയും. ശ്രീകൃഷ്ണ ഭഗവാനോട് എല്ലാ വൃത്താന്തങ്ങളും പറയുന്ന നാരദനാണ് ചാരൻ. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന അന്നപൂർണേശ്വരി സദാ മധുരയിൽ സ്ഥിതി ചെയ്യുന്നു. ചതുർഭുജന്മാരായ കൃഷ്ണ പാർഷദന്മാർ മധുരയിൽ വെച്ച് മൃതരാകുന്നവരെ ഗോലോകത്തേക്ക് കൊണ്ടുപോകാൻ സദാ സന്നദ്ധരായിരിക്കുന്നു. ബ്രഹ്മാവിന് സ്വയംഭുവമനുവെന്ന പുത്രനെ ലഭിക്കാനും ശിവന് മധുരാപുരിയുടെ ദ്വാരപാലക സ്ഥാനം ലഭിക്കാനും ഇന്ദ്രന് ഇന്ദ്രപട്ടവും സൂര്യന് മനുവിനെയും കുബേരന് നിധിയും അന്തകന് പാശവും എല്ലാം കിട്ടുവാനും കാരണം മധുരാപുരിയുമായുള്ള ബന്ധമാണ്. ഇതുപോലെ മറ്റനേകം പേർക്കും അവരുടെ സ്ഥാനമാനങ്ങൾ ലഭിച്ചത് മധുരയുടെ മഹാത്മ്യം കൊണ്ട് തന്നെയാണ്. ഗോലോകനാഥനും അഖിലാണ്ടപതിയുമായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ മധുരയാകയാൽ അതിൻ്റെ മഹാത്മ്യം എത്ര തന്നെ പറഞ്ഞാലും തീരുകയില്ലെന്ന് നാരദൻ ബഹുലാശ്വനോട് പറഞ്ഞു. അതിൻ്റെ മഹാത്മ്യം കേട്ടുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവന് മധുരാപുരിയെ പ്രദക്ഷിണം വെച്ച ഫലം ലഭിക്കും. നിഷ്കാമഭാവത്തോടെ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് ഈ മഹാത്മ്യം ശ്രവിച്ചാൽ സർവവിഘ്നങ്ങളും അകന്ന് മാധുര്യപ്രേമ ഭക്തിയോടെ ഗോലോകപ്രാപ്തി ഉണ്ടാകും. ഭഗവാനെ സ്നേഹിക്കുന്ന സേവിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരുടെയും പരമമായ ലക്ഷ്യം ആ ഗോലോകപ്രാപ്തിയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ഒരിടവുമല്ലേ. രാധേശ്യാം.